ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ശ്രീജ ഇരുന്ന് കരയുമ്പോ കാര്യം തിരക്കാണ്. വിഷം അങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ശ്രീജ പറയുമ്പോ അച്ഛനും അമ്മയോടും നീ പറഞ്ഞില്ലേ? ഇല്ല. വേദ സമയം അങ്ങോട്ട് വന്നായിരുന്നോ? എന്നിട്ട് വേദ അവരോടുമായിട്ട് നന്നായിട്ട് വഴക്കിട്ടോ? അപ്പൊ വിഷം പറയും, അവർക്ക് വേണ്ടത് വേദ കൊടുത്തില്ലേ, ഇനി നമ്മൾ അവരുമായിട്ട് ഒരു ബന്ധത്തിനും പോകുന്നില്ല. അവിടെ നിന്നെ വഴക്ക് പറഞ്ഞത് വേദയുടെ അച്ഛനോ അമ്മയോ അനിയത്തിയോ മുത്തശ്ശിയോ ഒന്നും അല്ലല്ലോ, ഏട്ടന്റെ ഭാര്യയല്ലേ. അവരെ പരിഗണിക്കേണ്ട. അവരുടെ കുടുംബമായിട്ട് അച്ഛനും അമ്മയും നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് നമ്മളായിട്ട് തടസ്സപ്പെടുത്തണ്ട. ഇല്ല വിഷേട്ട, ഞാൻ ആരോടൊന്നും പറയുന്നില്ല, ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വിഷം പിടിച്ചു വെക്കും. വേണ്ട, ശേഷം പോട്ടെ ശ്രീജെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ്. വേദയുടെ അച്ഛൻ ഇങ്ങനെ എന്തോ നിന്ന് ആലോചിക്കണേ. രാത്രി ആയിട്ടും കേട്ടോ. അമ്മ വന്ന് കാര്യം തിരക്കുമ്പോ അച്ഛൻ നല്ല സന്തോഷത്തിൽ പറയും, ഞാനിന്ന് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ആലോചിക്കായിരുന്നോ, ഇങ്ങനെയൊക്കെ സ്വപ്നത്തിൽ പോലും കരുതിയോ? അങ്ങനെയൊന്നും സങ്കല്പിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അമ്മ പറയും, ആര് പറഞ്ഞു അങ്ങനെ സങ്കല്പിച്ചില്ലെന്ന്? ഞാനും അമ്മയും എപ്പോഴും ആഗ്രഹിച്ചതായിരുന്നു ഇങ്ങനൊരു ദിവസം. ആ കുടുംബത്തിലുള്ളവര് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല ശങ്കരേട്ട. ഒന്നുമില്ലെങ്കിലും ദേശീയ അവാർഡ് കിട്ടിയ ഒരു അധ്യാപകന്റെ വീടല്ലേ അത്. വിക്രമിന്റെ അച്ഛൻ ഇന്ന് പറഞ്ഞത് കേട്ടില്ലേ? വീട്ടിൽ വന്നു കയറിയ പെൺമക്കൾക്ക് അവരൊരാളെക്കാളും വലുതാണെന്ന് തോന്നരുതെന്ന്, എല്ലാവരും തുല്യരാണെന്ന്. ഒരു നല്ല മനസ്സുള്ള ആൾക്ക് അങ്ങനെ ചിന്തിക്കാനും പറയാനും കഴിയൂ അല്ലേ? അതേ പത്മം, എനിക്കും സന്തോഷം തോന്നിയത് ആ വാക്കുകൾ കേട്ടപ്പോഴാ. മോള് ചെന്നപ്പെട്ട കുടുംബം നല്ലതാണെന്നുള്ളൊരു തോന്നലുണ്ടായി. അത് കേൾക്കുമ്പോ അമ്മയ്ക്കും സന്തോഷം. അങ്ങനെ ശങ്കരൻ പറയും, പക്ഷേ എന്താ ശങ്കരേട്ടാ, ഇത്രയും മൂല്യബോധമുള്ള ഒരാളുടെ മകനായിട്ടും വിക്രം എന്താ ഇങ്ങനെയായി പോയത്? എന്റെ മുന്നിൽ വിധി കാത്തു നിന്ന ആ ചെറുപ്പക്കാരന്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർത്തെടുക്കാനാവുന്നുണ്ട്. വിചാരണ വേദയിൽ ഒരിക്കൽ പോലും അയാൾ കുറ്റം നിഷേധിച്ചില്ല. പ്രോസിക്യൂഷൻ പഴുത അടച്ചിട്ടായിരുന്നു അവനെതിരെ വാദിച്ചത്. അങ്ങനെ ഒരാളെ എന്തിനാ അവൾ തെരഞ്ഞെടുത്തു എന്ന് ആലോചിക്കുമ്പോഴാ ശ്രീകാന്തിന്റെ വാശിക്കും ദേഷ്യത്തിനും അർത്ഥമുണ്ടെന്ന് തോന്നിപ്പോകുന്നത്. എനിക്കും അറിയില്ല ശങ്കരേട്ട, പക്ഷേ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ദുശീലം ഉണ്ടാവേണ്ടതല്ലേ? അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അതുപോലത്തെ ഒരു കേസിനെങ്കിലും വിക്രമിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ശങ്കരൻ ചോദിക്കും, അതുകൊണ്ട് അവൻ നമ്മുടെ മകൾക്ക് ചേർന്ന ആളാണെന്നാണോ നീ പറയുന്നത്? പത്മം പറയും, ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്തതല്ലേ അവൾക്ക്, അവളുടെ ഇഷ്ടവും അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ശങ്കരേട്ടൻ ഒന്നറിഞ്ഞോ, അവള് ജൂനിയറായിട്ട് പ്രാക്ടീസ് തുടങ്ങാൻ തീരുമാനിച്ചു. അത് കേൾക്കുമ്പോ ശങ്കരന് ഭയങ്കര സന്തോഷാവും. ആണോ? ആരുടെ കീഴിൽ? പത്മ പറയും, അത് പറഞ്ഞില്ല, പക്ഷെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു എന്നറിഞ്ഞു. വിക്രം ആ വർക്ക്ഷോപ്പിൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയത്രേ. ശങ്കരൻ പറയും, എല്ലാം നേരെയായി വരുന്ന സമാധാനിക്കാം അല്ലേ പത്മം? എല്ലാം ശരിയാവും ശങ്കരേട്ട, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ നല്ലൊരു സന്തോഷത്തോടു കൂടിയാണ് ഇപ്പൊ അവരവിടെ നിൽക്കുന്നത്. ശേഷം അല്പസമയം കഴിഞ്ഞ് വേദ ആ വെള്ളമൊക്കെ എടുത്ത് കിടക്കാനായിട്ട് റൂമിലേക്ക് പോവാണ്. വിക്രം ഉണ്ടാവും ബെഡിൽ കയറിയിരിക്കുന്നു, ഉറക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെ വേദ വന്ന് ഡോർ അടച്ച് വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലും. ഹലോ മിസ്റ്റർ ഗുണ്ട, ഉറങ്ങിയില്ലേ? വീട് മാറി കിടക്കുന്നത് കൊണ്ട് ഉറക്കം വരുന്നുണ്ടാവില്ല അല്ലേ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ? ജ്യൂസോ നാരങ്ങ വെള്ളോ അങ്ങനെ എന്തെങ്കിലും? വിക്രം പറയും, വേണ്ട. വേദ പറയും, ഇന്ന് ശബ്ദത്തിനൊരു മയം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ അല്ലല്ലോ. ഇതെന്റെ വീടായതുകൊണ്ടാണോ? അത് സാരമില്ല, എനിക്ക് വേണ്ടി ക്യാരക്ടർ ഒന്നും മാറണ്ട. മറ്റുള്ളവരെ കേൾക്കാതിരിക്കാൻ കുറച്ച് ശബ്ദം കുറച്ചാ മതി, അത്രേ ഉള്ളൂ. വിക്രം അതിനൊന്നും മറുപടി പറയുന്നില്ല. എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ. എന്നോട് പറയാവുന്നതാണോ? വേദ, ഞാൻ രാവിലെ ചോദിച്ച ചോദ്യത്തിന് നീ എന്തിനാ മറുപടി ഒഴിപ്പിയത്? വേദ പറയും, ഉഴപ്പിയെന്നോ? ഞാനോ? ഇല്ലല്ലോ. വിക്രം പറയും, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലെന്ന് എനിക്ക് ഉറപ്പാ. വേദ പറയും, അപരിചിതനായ ഒരാളെ ഇഷ്ടപ്പെടാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? പിന്നെന്തിനാ ഒരു സമരം ചെയ്യുന്നത് പോലെ എന്റെ വീട്ടിലേക്ക് കയറി വന്നത്? വേദ പറയും, അതിനുള്ള ഉത്തരം ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അതിൽ ഞാനും ഇപ്പോഴും തൃപ്തനല്ലെങ്കിലോ? വേദ പറയും, നിങ്ങളുടെ തൃപ്തി എന്റെ പരിഗണനയിൽ വരുന്ന ഒന്നല്ല. എന്തായാലും ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ദേ ഇപ്പൊ നമ്മുടെ വീട്ടുകാരും പതിയെ അടുപ്പത്തിലാവാൻ തുടങ്ങി. ചേട്ടൻ മാത്രമായിരിക്കും എന്തെങ്കിലും തടസ്സം പറഞ്ഞു വരുന്നത്. ഭാവിയില് അതും മാറാന്നേ, നമുക്ക് നോക്കാം. വിക്രം പറയും, ഞാൻ എപ്പോഴും നിന്നെ പ്രകോപിപ്പിച്ചിട്ടേ ഉള്ളൂ, എപ്പോഴും വഴക്കു പറഞ്ഞിട്ടേ ഉള്ളൂ, എന്നിട്ടും നിനക്ക് എന്നോടൊപ്പം ജീവിക്കണമെന്ന് തോന്നാൻ കാരണം? വേദ വിക്രത്തിന്റെ അടുത്തിരുന്നിട്ട് പറയും, നിങ്ങളോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചതുകൊണ്ട്. വിക്രം പറയും, ഞാൻ അതിന് അർഹനല്ല വേദ. നിന്റെ ജീവിതം എന്റെ കൂടെ ചേർന്ന് നശിപ്പിക്കാനുള്ളതല്ല. നിനക്ക് നല്ലൊരു കുടുംബമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വലിയ ഭാവിയുണ്ട്. വേദ ഒരു സംശയമില്ലാതെ പറയും, ഇതൊക്കെ നിങ്ങൾക്കും ഇല്ലേ വിക്രം? നിങ്ങളും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതല്ലേ, നല്ലൊരു കുടുംബം നിങ്ങൾക്കും ഇല്ലേ? പിന്നെയും ഇതേ അഴുക്കിന്റെ വഴി സഞ്ചരിക്കുന്ന നിങ്ങൾ എന്തിനാ വാശി പിടിക്കുന്നത്? രാഷ്ട്രീയത്തിലൂടെയുള്ള ജനസേവനമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കാം. ഇത് പക്ഷേ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഗുണ്ടാപ്പണിയല്ലേ? ഒരു വാശി പോലെ അത് ചെയ്യുന്നതില് നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നത്? വിക്രം പറയും, ആരോടുള്ള വാശിയല്ല, ഉത്തരവാദിത്വമാണ്, കടപ്പാടാണ്. ആരുടെ? ശ്രീകാര്യം ശ്രീനിവാസനോടോ? നിങ്ങളുടെ അച്ഛനേക്കാളും മുകളിലാണോ നിങ്ങൾക്ക് ശ്രീകാര്യം ശ്രീനിവാസൻ? ഇന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോ അച്ഛൻ നിങ്ങളോട് യാത്ര ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? ഉള്ളിൽ സ്നേഹമില്ലാത്ത ആൾക്ക് അങ്ങനെ കഴിയുന്നു തോന്നുന്നുണ്ടോ? വിക്രം പറയും, അച്ഛനോട് ഉള്ളിൽ സ്നേഹമില്ലെന്നാണോ കരുതിയത്? എനിക്ക് ബഹുമാനമില്ലെന്നാണോ കരുതിയത്? വേദ പറയും, അത് കാണിച്ചെങ്കിലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാകൂ. നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാമോ നിങ്ങൾ മൂടി
മൂടി വെച്ചിട്ടുണ്ട്. ഒരാളോടും നിങ്ങൾ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ, ഒരുപക്ഷെ ശ്രീകാര്യൻ ശ്രീനിവാസിനോട് പോലും പറയാത്ത കാര്യങ്ങൾ. എന്താ ശരിയല്ലേ? വിക്രം വേദ ഇങ്ങനെ അമ്പരപ്പോടെ നോക്കും. എന്നോട് നിങ്ങൾക്കത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തെങ്കിലും വേണമെന്ന് തോന്നിയാ നിങ്ങൾ മടിക്കരുത്. കാരണം നിങ്ങൾക്ക് നല്ലൊരു ലിസണറെ ആവശ്യമുണ്ട്. അത് ഞാൻ ആദ്യ ദിവസങ്ങളിലെ മനസ്സിലാക്കിയതാ. എന്നാ പിന്നെ ഇനി സമയം കളയണ്ട, ഉറങ്ങിക്കോ. വിക്രം കട്ടിലിൽ നിന്ന് ഇറങ്ങുമ്പോ വേദയ്ക്കും എങ്ങോട്ടാ, ഇന്നീ മുറിയിലേ കിടക്കാൻ പറ്റുമോ? അപ്പൊ വിക്രം പറയും വേദ മുകളിൽ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. വേദ പറയും അയ്യടാ, ഇത് എന്റെ വീടായതുകൊണ്ട് ആ എളിമയൊന്നും വേണ്ട, നിങ്ങളെ പോലെ ഞാൻ മുകളിൽ കിടക്കുന്നൊന്നുമില്ല, ഞാനിവിടെ താഴെ കിടന്നോളാം എന്ന് പറഞ്ഞ് വിരിക്കാനുള്ള ബെഡ്ഷീറ്റും തലേണയൊക്കെ എടുക്കും. പിന്നെ നിങ്ങൾ എന്നെ വേദാന്ന് വിളിക്കണ്ട, വെട്ടുപൂത്ത് വേദാളെന്ന് വിളിക്കുന്നത് കേൾക്കാനാ രസം. പിന്നെ ഇവിടെ ആയതുകൊണ്ടാ എന്റെ ഭാഗത്തുനിന്ന് ഇത്രയും മര്യാദ. നാളെ മുതൽ കണ്ണാന്തിരിവ് കാണിക്കുമ്പോ എന്റെ സ്വഭാവം ഇതിലും മോശാവും. പറഞ്ഞില്ലെന്ന് വേണ്ട, കിടന്നോ. അങ്ങനെ വിക്രം കയറി കിടക്കാൻ തുടങ്ങുമ്പോ വേദയും കിടക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വിക്രം നോക്കുമ്പോ ഒരു ഗുഡ് നൈറ്റ് പറയടോ വെട്ടുപോത്തെ. വിക്രം ഒന്ന് ചിരിച്ചുകൊണ്ട് പറയും ഗുഡ് നൈറ്റ് വേതാളം. ഗുഡ് ബോയ് എന്ന് പറഞ്ഞ വേദ അവിടെ കിടക്കും. വിക്രമും അല്പം കഴിഞ്ഞ വിക്രം ഇങ്ങനെ എന്തി നോക്കുന്നുണ്ട് വേദയെ. രണ്ടുപേരുടെ ഉള്ളില് ചെറുതായിട്ടൊക്കെ എവിടെയോ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. വേദയ്ക്ക് എന്തായാലും ഇഷ്ടമാണ്. വിക്രത്തിന്റെ ഉള്ളിലും അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ശേഷം പിറ്റേ ദിവസം അവര് പൂജാ റൂമിലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണേ, പരസ്പരം നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇത് അച്ഛമ്മയും മുത്തശ്ശിയും ഇങ്ങനെ നോക്കി നിൽക്കണേ. അച്ഛമ്മ പറയും കണ്ടില്ലേ സാവിത്രി, 2 ദിവസം തന്നെ കുട്ടികളുടെ സ്വഭാവത്തിലെ മാറ്റം വന്നത് കണ്ടില്ലേ? അച്ഛമ്മ പറയും അതെ, ഇനി അധികം വൈകാതെ ഈ കുടുംബത്തിന്റെ നേരവകാശിയെ കൂടി ഞങ്ങൾക്ക് സമ്മാനിച്ചാൽ മതി. അത് കേൾക്കുമ്പോ വിക്രത്തിന്റെ മുഖത്ത് നല്ല നാണം വരുന്നുണ്ട്. വേദ ഇങ്ങനെ അവരെ നോക്കാണ് വിക്രത്തെയും. അച്ഛമ്മ പറയും ശരിക്കു പറഞ്ഞ ഇരട്ട കുട്ടികളെ തരാൻ, എന്നിട്ട് വേണം എനിക്ക് കുട്ടികളുമായിട്ട് റീൽസ് ചെയ്യാൻ. വിക്രത്തിനും വേദയ്ക്കും നാണം വരും. ഒന്നും മിണ്ടാതിരിക്കുക അച്ഛമ്മേ, മനുഷ്യന് നാണം കെടുത്തല്ലേ ഇന്ന് വേദ പറയുമ്പോ അവരൊക്കെ ചിരിക്കും. അങ്ങനെ സാവിത്രിയമ്മയ്ക്കും നിങ്ങൾ നേരെ വീട്ടിലേക്കല്ലേ? അച്ഛമ്മ പറയും അല്ല, നേരെ തറവാട്ടമ്പലത്തിലേക്ക്. എന്നിട്ട് ഈ വിഗ്രഹം അവിടെ ഏൽപ്പിക്കണം, എന്റെ വീട്ടിലേക്കുള്ളൂ. അപ്പോഴേക്കും അമ്മ വന്നിട്ട് കഴിക്കാൻ വിളിക്കണേ, ശങ്കരേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യണേ. അങ്ങനെ എല്ലാവരും കൂടെ താഴെ കഴിക്കാനായിട്ട് പോവാ. ഈ സമയം അവിടെ ശ്രീകാന്തും വർഷയും കൂടെ അവരുടെ പ്ലാന്റെ ബാക്കി ഭാഗം അരങ്ങേറണേ. നീ ഇവിടെ തന്നെയാണ് വർഷ വെച്ചത്? അതെ ശ്രീയേട്ടാ, എനിക്ക് ഉറപ്പുണ്ട്, ഒന്നുകൂടെ ഒന്ന് തെരഞ്ഞു നോക്ക്. ഇത് കേൾക്കുമ്പോ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലും. ഇവിടെ വന്നിട്ട് ആരും ഉണ്ടാവാനാ? കള്ളൻ എന്തായാലും വരില്ല. കള്ളൻ വന്നാൽ മുഴുവൻ കൊണ്ടുപോണ്ടേ, കുറച്ച് മാത്രം കൊണ്ടുപോവോ? അങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുമ്പോ എന്താ ശ്രീകാന്തേ എന്ന് ചോദിച്ച് പത്മ വരുമ്പോ വർഷ പറയും ഞാൻ പറയാമേ, വേദയ്ക്ക് അമ്മ കൊടുത്ത സ്വർണ്ണാഭരണങ്ങളെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ തിരികെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. രാവിലെ വന്ന് നോക്കിയപ്പോ തൂക്കം കുറവാണോന്ന് സംശയം തോന്നി തുറന്നു നോക്കിയപ്പോ വളയിൽ 4 എണ്ണം കുറവുണ്ട്. മുത്തശ്ശിക്കും വർഷയപ്പോ എല്ലാ എണ്ണയായിരുന്നു വെച്ചിരുന്നത്. വർഷ പറയും എന്നൊരു കാര്യം ഏൽപ്പിക്കുമ്പോ അത് സുരക്ഷിതമായി വെക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ മുത്തശ്ശി. അച്ഛമ്മ പറയും അത് ശരിയാണ്, അതിന്ന് എന്തെങ്കിലും കുറവ് വന്നാലേ സൂക്ഷിക്കാൻ വെച്ച ആള് തന്നെ അതിന് മറുപടി പറയേണ്ടി വരും. വർഷയ്ക്കും എന്ന് വെച്ചാൽ ഞാൻ എടുത്തുന്നാണോ? അപ്പോഴുണ്ടാവും അവിടുന്ന് നന്ദിനി ബാഗും കൊണ്ടുവരുന്നേ. എന്താ വർഷിച്ചി, എന്താ ഉണ്ടായത്? അച്ഛമ്മ പറയും വർഷ സൂക്ഷിച്ചു വെച്ചിരുന്ന വളയിൽ നിന്നും 4 എണ്ണം ആരോ കട്ടുകൊണ്ട് പോയി. നന്ദിനിക്കും 4 എണ്ണോ? ആര്? പത്മം പറയും ഇവിടുന്ന് ആരും കൊണ്ടുപോവാനാ? വിക്രത്തിന്റെ അച്ഛമ്മ പറയും ഇവിടുന്ന് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളവരോ അല്ലെങ്കിൽ ഇവിടുന്ന് വന്നു പോയവരോ ആവണം. വേദയുടെ മുത്തശ്ശി പറയും അമ്മണിയമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ വന്നവര് സ്വർണ്ണം എടുത്തോണ്ട് പോയെന്നോ? അമ്മിണിയമ്മ പറയും വർഷയുടെ വാക്കിൽ നിന്നും അതാണ് മനസ്സിലാക്കേണ്ടത്. വേദ പറയും വർഷെടുത്തി വെറുതെ ഓരോന്ന് പറഞ്ഞ് കാര്യങ്ങൾ വഷളാക്കരുത്, ഇവിടെ അങ്ങനെ ചെയ്യുന്ന ആരും തന്നെ വന്നിട്ടില്ല. നന്ദിനി പറയും അയ്യോ എന്നെ സംശയിക്കേണ്ട, ബാഗ് വേണമെങ്കിൽ പരിശോധിക്കാട്ടോ വേദ. വേദ പറയും ആരും അങ്ങനെയല്ലെന്ന് പറയുമ്പോ അതിൽ നന്ദിനിയെടുത്തിയും പെടും. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്? ഈ സമയം എന്താ എന്ന് ചോദിച്ച് ശങ്കരൻ അങ്ങോട്ട് വരികയാണ്. എന്താ രാവിലെ തന്നെ ഒരു ബഹളം? വേദ പറയും അച്ഛാ ഞാനിവിടെ തിരിച്ചേൽപ്പിച്ച സ്വർണ്ണമല്ലേ, അതിന്ന് 4 ആഭരണങ്ങള് ആരും എടുത്തോണ്ട് പോയി വർഷിച്ച് പറയുന്നത്. വർഷ പറയും ഞാൻ വെറുതെ പറയുന്നല്ല, ആർക്ക് വേണമെങ്കിലും നോക്കാം. ശ്രീകാന്ത് പറയും ആരെങ്കിലും കൊണ്ടുപോകാതെ അത് ഇവിടുന്ന് പോവില്ലല്ലോ. ശങ്കരൻ ചോദിക്കും എന്ന് വെച്ചാൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ആരോ ഇവിടെ ഉണ്ടായിരിക്കണം എന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? എന്നാ പിന്നെ ആരെയാണ് സംശയം എന്നും പറയാലോ. ശ്രീകാന്ത് പറയും അങ്ങനെയാണെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിച്ചൂടെ? വിക്രത്തിന് ദേഷ്യം വരും. ശ്രീകാന്തെ വെറുതെ ഒരുമാതിരി കാടടച്ച് സംസാരിക്കരുത്, ഞാൻ ഇത്രയും നേരം മിണ്ടാതെ നിന്നു കരുതി കേട്ട് നിൽക്കുന്ന ഒരു അർത്ഥമില്ല. ശ്രീകാന്ത് പറയും നീ മിണ്ടിയിട്ട് എന്ത് കാര്യം? നഷ്ടപ്പെട്ടത് തന്നെയാണ്. വിക്രമിന് ദേഷ്യം വരും. എന്നാ പിന്നെ അത് ആരെടുത്തൊന്നും കൂടെ പറ, അത് തെളിയിക്കാനാ പോലീസ്. അപ്പൊ മുത്തശ്ശിക്കും പോലീസ് വന്നിട്ട് എന്ത് തെളിയിക്കാനാ? ആര് വേണമെങ്കിലും ചോദ്യം ചെയ്യാലോ. വർഷ പറയും അതെ, എല്ലാവരെയും ചോദ്യം ചെയ്താലല്ലേ അറിയാൻ പറ്റൂ. വിക്രം വേദ ഇങ്ങനെ നോക്കും. അച്ഛമ്മയോട് പറയും അച്ഛമ്മയ്ക്ക് തൃപ്തിയാലോ, ഈ വീടിന്റെ പടി കയറില്ലെന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു. അച്ഛമ്മയാ സീതാരാമ വിഗ്രഹം, കുടുംബത്തിലെ പൂജ, സെന്റിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവിടം വരെ എത്തിച്ചത്. ഇപ്പൊ നമ്മളെ വീട്ടുകാരെ മുഴുവൻ സംശയത്തിന്റെ മുൻനിരയിൽ നിർത്തിയപ്പോ അച്ഛമ്മയ്ക്ക് സമാധാനമായല്ലോ. അച്ഛമ്മ പറയും നീയൊന്നും മിണ്ടാതിരിക്കട വിക്രം, സംശയം ആരുടെ നേർക്കാണെന്ന് ഇവര് പറയട്ടെ, എന്നിട്ട് മതി ഇനി കൂടുതൽ സംസാരം. ഇത് കേൾക്കുമ്പോ നന്ദിനിക്ക് അവിടെ നല്ല ടെൻഷൻ
പ്രശ്നമാവുന്നുണ്ട്. ശ്രീകാന്ത് പറയും ആരെയും സംശയിക്കാൻ പാടില്ലാത്തത് ഇവിടെ വന്നവരെയും പോയവരെയും എല്ലാവരെയും സംശയിക്കണം. വിക്രം ദേഷ്യത്തില് അലറി ചോദിക്കും അതാരാണെന്ന് പറയടാ. ഇവിടെ വന്നവരിൽ ഞങ്ങൾ 3 പേര് ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇനി പോയവരാണെങ്കിൽ ആര് സംശയിക്കണം? എന്റെ അച്ഛനെയോ അമ്മയെയോ അതോ ശ്രീചേർത്തിയെയോ? വർഷ പറയും സംശയിക്കുമ്പോ ആരെ വേണമെങ്കിലും സംശയിക്കാം. അതിലിപ്പോ പ്രത്യേകിച്ച് ഇന്നയാളെ ഒഴിവാക്കണമെന്നൊന്നുമില്ല. ശ്രീകാന്ത് പറയും അതെ, ദേശീയ അവാർഡ് കിട്ടിയ അധ്യാപകനായതുകൊണ്ട് മോഷ്ടിക്കില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കലും വിക്രത്തിനങ്ങ് ദേഷ്യം വരും. എന്താടാ നീ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സിന്റെ കോളറിലങ്ങ് കയറി പിടിക്കും. ഇത് കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടും. വിക്രം. അച്ഛൻ പറയും വിട് വിക്രം. വിക്രം പറയും ഇവൻ എന്റെ അച്ഛനെ. അച്ഛൻ പറയും നിന്നോട് വിടാനല്ലേ ഞാൻ പറഞ്ഞത്, നിന്നോട് ഞാനല്ലേ പറഞ്ഞത് വിടാൻ. അങ്ങനെ വിക്രം കൈവിടും. അച്ഛൻ പറയും ഇനി ആരും സംസാരിക്കണ്ട, സ്വർണ്ണം എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അത് കേൾക്കുമ്പോ നന്ദിനി ആകെ പേടിക്കും. നന്ദിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിക്കണേ. അച്ഛമ്മ ഇങ്ങനെ നന്ദിനിയെ നോക്കുന്നാണുമ്പോ നന്ദിനി തലതാഴ്ക്കും. അങ്ങനെ മുത്തശ്ശി പറയും ദാ സ്വർണ്ണം ഇരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം, ദാ ആ ചെടിച്ചട്ടിയുടെ താഴെയാണ്, സംശയമുള്ളവർക്ക് നോക്കാം. ഇത് കേൾക്കുമ്പോ നന്ദിനി ആകെ ഞെട്ടും. വർഷയും ശ്രീകാന്തും ഇങ്ങനെ ഇതിപ്പോ എന്ത് കഥ എന്നുള്ള രീതിയിൽ നിൽക്കുക. അങ്ങനെ ഇത് കേൾക്കുമ്പോ പത്മം പോയി ആ ചെടിച്ചട്ടിയുടെ അടുത്ത് നോക്കുമ്പോ അവിടെ 4 വള കിട്ടും. അപ്പോഴേക്കും ദീപ്തി അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെങ്ങനെ അവിടെ എത്തിന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. വർഷയും ശ്രീകാന്തും നന്ദിനിയും ആകെ പേടിച്ചിട്ടുണ്ട്. ഇപ്പോ വേദയൊക്കെ ഞെട്ടി നിക്ക. അച്ഛമ്മ ചിരിച്ചോണ്ട് പറയും അതവിടെ കൊണ്ടുപോയി വെച്ചത് ഞാനാ. കേൾക്കുമ്പോ എല്ലാവരും അതെന്തിനാന്നുള്ള സംശയത്തിൽ നോക്കുകയാണെ. നന്ദിനിക്കും അച്ഛമ്മ എന്തേ പറയുന്നത്? അവളുടെ റൂമിലിരുന്ന സ്വർണം ആരും കാണാതെ അച്ഛമ്മ രാത്രി എടുത്തോണ്ട് വന്നു ഇവിടെ വെച്ചെന്നോ? എന്തിന്? അച്ഛൻ പറയും അതെ, പക്ഷേ ആ മുറിന്നല്ല, രാത്രിയിലും അല്ല. നന്ദിനിക്ക് ആകെ പേടിയാവും. അതിലച്ഛമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദിനിയുടെ കരണം നോക്കിയൊന്ന് പൊട്ടിക്കും. അമ്മയെന്ന് വിളിച്ച് നന്ദിനി അങ്ങ് കരയും. ഇത് കണ്ട് എല്ലാവരും ഞെട്ടും. ഞാനിതാ എടുത്തതേ ഇന്നലെ സുധാകരനും കമലയും ശ്രീജയും ഇവിടുന്ന് പോകുന്നതിന് മുമ്പാ. ദാ ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നീ അത് ശ്രീജയുടെ ബാഗിൽ കൊണ്ടുപോയി വെക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ട്. അത് കേൾക്കുമ്പോ വേദയ്ക്ക് വിക്രമിനും എല്ലാവർക്കും ദേഷ്യം വരും. എന്താ അച്ഛമ്മ പറയുന്നത്? ഞാൻ കൊണ്ടുപോയി വെച്ചെന്നോ? വർഷ പറയും ഹോ സ്വർണം പോയി കേട്ടപ്പോ പുതിയ കള്ളത്തരായിരിക്കും, കൊള്ളാം. അച്ഛമ്മ പറയും എടി വർഷേ, ഇന്ന് രാവിലെ ഇത് ഇവിടെ ചർച്ചയാവുന്ന എനിക്കറിയായിരുന്നു. ഞാനത് എടുത്തു തന്നാൽ തീർച്ചയായിട്ടും നിങ്ങളത് എന്റെ തലയിൽ വെക്കുമെന്നും എനിക്കറിയായിരുന്നു. പക്ഷേ ഈ അമ്മിണി അച്ഛമ്മയ്ക്ക് മറ്റൊരു ശീലമുണ്ട്, വീഡിയോ പിടുത്തം. അതുകൊണ്ട് ക്യാമറ കള്ളം പറയില്ല. ഇത് കേൾക്കുമ്പോ നന്ദിനിയും വർഷയും ഈ പാക നാണം കിട്ടിട്ടുണ്ട്. ഇതാ വേണ്ട തെളിവുകൾ ഇതിലുണ്ട്. ശ്രീകാന്തും തല താഴ്ത്തി നിൽക്കുക. നന്ദിനി ഇത് കേൾക്കുമ്പോ ദേഷ്യത്തോടെ വർഷയെ ഇങ്ങനെ നോക്കും. വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ ആ അച്ഛമ്മ ആ തെളിവുകൾ കാണിച്ച് സത്യം പുറത്തു കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തെ റിവ്യൂവിനായിട്ട് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്